ഹലോ യൂട്യൂബ്. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പേ ഉണ്ടായ ഒരു ആക്സിഡന്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റിന്റെ ആ ഒരു ഫൂട്ടേജസ് വളരെയധികം ഡിപ്രസ്ഡ് ആക്കി. ഞാൻ പറഞ്ഞു വരുന്ന ആ ഒരു താർ റോക്സിന്റെ ആക്സിഡന്റിനെ കുറിച്ചാണ്. ആൻഡ് അതിലുള്ള 3 പേര് മരണപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെയധികം ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ സജീവമാകുന്ന ഒരു സാഹചര്യത്തിൽ പല ആളുകൾക്കുമുള്ള ആ ഒരു ഇപ്പോഴാണ് ആ ഒരു തെറ്റിദ്ധാരണകൾ പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള അഡാസ് പോലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള വാഹനം ഒരു ക്രാഷിൽ എത്രത്തോളം ആളുകളുടെ ജീവൻ എടുത്തു എന്നുള്ളത് പല ആളുകൾക്കും ഇപ്പോഴും സംശയമാണ്. ആൻഡ് മാനുഫാക്ചേഴ്സ് മാർക്കറ്റിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണോ അഡാസും അതുപോലുള്ള മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സും പല ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ആൻസർ കൂടിയാണ് ഈ ഒരു വീഡിയോ. ആൻഡ് എങ്ങനെ രാത്രികാല ഡ്രൈവിംഗ് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആക്കാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോ പറഞ്ഞു പോകാം. ആൻഡ് ഫസ്റ്റ് തിങ് വാഹനത്തിന്റെ സേഫ്റ്റിയാണ്. നമുക്കറിയാം സമീപകാലത്താണ് ഈ സ്റ്റാർ റേറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആളുകൾ വാഹനം മേടിക്കുന്നതിൽ കൺസിഡർ ചെയ്ത് തുടങ്ങിയത്. അതിനു മുമ്പേ തന്നെ മാരുതിയുടെ വാഹനങ്ങളായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമുക്കറിയാം എത്രത്തോളം വീക്കായിരുന്നു സേഫ്റ്റി എന്നുള്ളത്. ആൻഡ് വൺസ് ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സ് ഈ പറഞ്ഞ ടാറ്റ അതുപോലെ മഹീന്ദ്ര ഒക്കെ ഈ ഒരു ഫീൽഡിലേക്ക് കുറച്ചുകൂടെ അവരുടെ മോഡേൺ വാഹനങ്ങളായിട്ട് വന്നു. അവർ മാർക്കറ്റ് ചെയ്യാനുള്ളതിൽ വൺ ഓഫ് എ മെയിൻ സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവന്നതും ഈ ഒരു സേഫ്റ്റി റേറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു സേഫ്റ്റി റേറ്റിംഗ് എങ്ങനെയാണ് ഒരു വാഹനത്തിന് കിട്ടുക എന്ന് പല ആളുകൾക്ക് അറിയായിരിക്കും. ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ കൺട്രോൾഡ് ആയിട്ടുള്ള സ്പീഡിലാണ് ഒരു 64-65 km/h സ്പീഡിൽ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്ക് ആ ഒരു വാഹനം ഇടിപ്പിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതിന്റെ ബേസിസിൽ ഒരു സ്കോറും ആ ഒരു വാഹനത്തിന് കൊടുക്കും. സോ അങ്ങനെയാണ് ആ ഒരു സ്റ്റാർ റേറ്റിംഗ് ഒരു വാഹനത്തിന് കിട്ടുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ്. അപ്പം ഒന്നാമത്തെ കാര്യം, നമ്മൾ 64 km/h ടെസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഒരു 90 കിലോമീറ്ററിൽ അല്ലെങ്കിൽ 100 കിലോമീറ്ററിലോ പോകുന്നൊരു വാഹനം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ സ്പീഡിൽ തന്നെ വരുന്ന വാഹനമായിട്ട് ഹെഡ് ടു ഹെഡ് കൊളീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു മൊമെന്റം എത്രയായിരിക്കും, ആ ഒരു ആക്സിഡന്റ് ഇമ്പാക്ട് എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാവുന്നുള്ളൂ. സോ ഒരിക്കലും സ്റ്റാർ റേറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എത്ര സ്പീഡിൽ ഓടിച്ചാലും എൻ്റെ വാഹനം 5 സ്റ്റാർ ആണ് അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നത് വളരെ തെറ്റായൊരു ധാരണയാണെന്നാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഹൈ സ്ട്രെങ്ത് സ്റ്റീലൊക്കെ ഉപയോഗിച്ചാണ് വാഹനം നിർമ്മിക്കുന്നത്. പിന്നെ എങ്ങനെ ഇത്രത്തോളം ഡാമേജസ് വാഹനത്തിൽ വന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും, വളരെയധികം സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ് എയർക്രാഫ്റ്റുകൾ. 300, 400, 600 km/h പറക്കുന്ന അതിലേക്ക് വളരെ ചെറിയൊരു പക്ഷി വന്നിടിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഡാമേജസ് എത്രയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. സോ അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരിക്കും ഈ ഒരു സ്പീഡിൽ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പൊല്യൂഷനിൽ സർവൈവ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ഒന്നും ഇതുവരെ മാനുഫാക്ചേഴ്സ് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ഈ ഒരു ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ച് ആ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ആ ഒരു അവർ പറയുന്ന ലിമിറ്റിനുള്ളിൽ ആക്സിഡന്റുകൾ സർവൈവ് ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ ഒരിക്കലും ആ ഒരു മെറ്റീരിയലിന് കവർ ചെയ്യാൻ പറ്റില്ല. അൺലെസ് അതൊരു നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ വൈബ്രേനിയോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സാധനം ഒന്നും ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വാഹനം ഒരു ടാങ്കാണ് അല്ലെങ്കിൽ വളരെ വലിയൊരു ഷീൽഡാണ്. അത് ജർമ്മൻ കാർ ആയിക്കോട്ടെ, ജപ്പാൻ കാർ ആയിക്കോട്ടെ, ഏത് വാഹനം ആയിക്കോട്ടെ, ഇതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ കൺട്രോളിൽ നമുക്ക് ഒരു സേഫ് ഡ്രൈവിംഗ് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതിൽ ഡ്രൈവ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ആക്സിഡന്റുകളിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പം നിങ്ങളുടെ വാഹനത്തിനുള്ളിലുള്ള ആളുകളുടെയും നിങ്ങളുടെയും ജീവൻ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ റോഡിലുള്ള മറ്റാളുകളുടെയും ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ ഒന്ന് കയറി ഡ്രൈവ് ചെയ്താൽ മതി. രണ്ടാമത്തെ കാര്യമാണ് അഡാസ്, അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് അഡാസ്. പല ആളുകളും വീണ്ടും എടുത്തു ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാസ് ആണ്. എമർജൻസി ബ്രേക്കിംഗ് എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല, ആന്റി കൊളിഷൻ വാർണിങ്ങൾ എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല, ലൈൻ കീപ്പ് അസിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. സോ ബേസിക്കലി ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇതൊന്നും കറക്റ്റ് സമയത്ത് വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആ ഒരു വേരിയന്റിൽ അഡാസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഓൺ ആയിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഇനി ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഉണ്ടായൊരു സംഭവമാണ്. അതിൽ നമ്മൾ എങ്ങനെ എമർജൻസി ബ്രേക്കിംഗ് അപ്ലൈ ചെയ്താലും ആ ഒരു വാഹനം ആക്സിഡന്റിൽ പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. കുറച്ച് വേഗതയിലായിരുന്നു ആ ഒരു വാഹനം. ഇതൊക്കെ അഡാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഹൈവേയിൽ പോവാണ്, അവിടെ പ്രോപ്പറായിട്ട് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
ആ ലൈൻ കീപ്പ് അസിസ്റ്റ് ഒരു പക്ഷേ നിങ്ങളെ സഹായിച്ചേക്കാം ആ ലൈൻ കീപ്പ് ചെയ്ത് പോകാനായിട്ട്. അതുപോലെ തന്നെ എമർജൻസി ബ്രേക്ക്, നിങ്ങളൊരു മാന്യമായിട്ടുള്ള ഡിസ്റ്റൻസ് ഫ്രണ്ടിലുള്ള വാഹനം കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഒരു എമർജൻസി ബ്രേക്കിങ് ചിലപ്പം പെട്ടെന്ന് നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു 2 സെക്കൻഡ് വൈകിപ്പോയെങ്കിൽ ഒരു പക്ഷേ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ ചില വാഹനങ്ങളിൽ ഡ്രൈവർ ഫാറ്റിക് മോണിറ്റർ ഉണ്ട്. ക്ഷീണം കണ്ടു കഴിഞ്ഞാൽ വാർണിങ്ങുകൾ തരുന്ന സിസ്റ്റംസ് ഉണ്ട്. സോ അതും ഒരു പക്ഷേ സഹായിച്ചേക്കാം. പക്ഷേ നിങ്ങൾ രാത്രികാല ഡ്രൈവിങ്ങിൽ ഒരു മൊമെന്റിൽ ചിലപ്പോൾ കണ്ണടച്ച് പോകുന്ന ആൾക്കാർ ആ ഒരു സംഭവം എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഭീകരമാണെന്നുള്ള കാര്യം നമ്മളൊരു കട്ടിലെ കിടന്നുറങ്ങിയാൽ പോലും ഇത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല. കാര്യം നമ്മളൊന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ വേറൊരു വേൾഡിലേക്ക് എത്തണം ഡ്രൈവ് ചെയ്യുമ്പോൾ. ആ ഒരു സമയത്ത് നമ്മൾ റിക്കവർ ചെയ്ത് കൊണ്ടുപോയിട്ട് അടുത്തൊരു ആരെങ്കിലും ഉണ്ട് തട്ടി വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു റിയൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷനിലേക്ക് വരും. അല്ലെങ്കിൽ ആ ഒരാൾ വേറൊരു വേൾഡിലേക്ക് പോയി പിന്നെ ആ വാഹനം കൺട്രോൾ ചെയ്യാനായിട്ട് ആരുമില്ല. ആ സമയത്ത് ഒരു അഡാസ് വെച്ചിട്ട് എന്ത് ചെയ്താലും വാഹനം ആക്സിഡന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. സോ എനിക്ക് ഈ ഒരു ആക്സിഡന്റ് കോണ്ടെക്സ്റ്റിൽ പറയുന്നതല്ല, ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അഡാസ് അല്ലെങ്കിൽ അഡാസ് റിലേറ്റഡ് ഫീച്ചേഴ്സ് നമ്മളെ ആക്സിഡന്റ് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് തെറ്റാണ്. സഹായിക്കുമായിരിക്കും, അത് വളരെ ലിമിറ്റഡ് കണ്ടീഷൻസിൽ ഡ്രൈവർ ആ ഒരു വാഹനത്തിന്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി ഡ്രൈവറുടെ കയ്യിൽ തന്നെ ആണ് എങ്കിൽ ഈ പറഞ്ഞ വാർണിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ ഒരു പക്ഷെ സഹായിക്കും. പക്ഷേ കംപ്ലീറ്റ്ലി ഡ്രൈവറുടെ കൺട്രോളിൽ നിന്ന് പോയൊരു വാഹനത്തെ റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് ഒരു അഡാസും സഹായിക്കില്ല എന്നുള്ളതാണ് അതിന്റെ അടുത്ത ഫാക്ടർ. സോ നെവർ ഡിപ്പെൻഡ്സ് ഓൺ ഈ പറഞ്ഞ അഡാസ് അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ. ആക്സിഡന്റ് ഉണ്ടാവാതെ നോക്കാനായിട്ട് നമ്മൾ മാന്യമായി സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രികാല ഡ്രൈവിംഗ് ആണ്. ഇത് എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ, നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി ഡ്രൈവ് ചെയ്ത സമയത്ത് ഒരു മൊമെന്റിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് ചിലപ്പോൾ കണ്ണടച്ച് പോയ ആളുകളുണ്ടാവും. അവർക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ആ ഒരു മൊമെന്റ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആലോചിക്കും എന്തൊരു സിറ്റുവേഷനിലേക്കാണ് പോയെന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിക്കും. സോ അത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. വൺസ് നമ്മൾ നല്ല ക്ഷീണിതനാണ് എങ്കിൽ ഒരു മൊമെന്റിൽ കണ്ണടച്ച് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്കൊരിക്കലും ആ ഒരു ഡ്രൈവിംഗ് ഇതിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒറ്റയ്ക്കേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളും ക്ഷീണിതനാണ് അല്ലെങ്കിൽ സഹായിക്കാൻ ആരുമില്ല, കോ ഡ്രൈവർ ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. കാര്യം അത്രത്തോളം ഹൊറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണത്. അങ്ങനെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല. സോ ക്ഷീണിതനാണെങ്കിൽ ടേക്ക് റെസ്റ്റ്, വാഹനം സൈഡിൽ ഒതുക്കുക, റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ഡ്രൈവ് ചെയ്യുക. ഒരു പവർ നാപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം കുറച്ചുകൂടെ എനർജറ്റിക് ആവും, കുറച്ചുകൂടെ ആ ഒരു ക്ഷീണമൊക്കെ മാറും. ഡ്രൈവ് ചെയ്യുക. അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു മുറിയെടുത്ത് നിങ്ങൾ താമസിച്ചിട്ട് പിറ്റേ ദിവസം ട്രാവൽ ചെയ്യുക. ആൻഡ് ഇതൊക്കെയാണ് ഈ ഒരു നൈറ്റ് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുള്ളൂ. അതുപോലെ തന്നെ ഇതുപോലുള്ള എയർപോർട്ട് ഓട്ടങ്ങളോ അല്ലെങ്കിൽ എമർജൻസി ഓട്ടങ്ങളാണ് എങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടാക്സിയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സിനെ ആ ഒരു കാര്യം ഏൽപ്പിക്കാം. അവർ ഇങ്ങനെ നൈറ്റ് ഡ്രൈവുകളൊക്കെ പോയി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്, അവർ കണ്ടിന്യൂസ്ലി നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് അവരെ ഏൽപ്പിക്കാം. ഇതൊക്കെയാണ് മൊത്തത്തിലുള്ളൊരു ഈ ഒരു വീഡിയോയുടെ ഓവർവ്യൂ. സോ നെവർ ഡിപ്പെൻഡ്സ് ഓൺ അഡാസ് അല്ലെങ്കിൽ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ നത്തിങ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ ഓവർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യരുത്. അഫ്കോഴ്സ് നമ്മൾ സേഫ് ആയിട്ടൊരു വാഹനം എടുക്കണം. ഇത് ജർമ്മൻ കാർ ആണെങ്കിലും ടാറ്റ മഹീന്ദ്രയൊക്കെ ആണെങ്കിലും സേഫാണ്. ആ ഒരു സേഫസ്റ്റ് കാർ എടുക്കണം എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ഒരു ബിയോണ്ട് ദ ലിമിറ്റ്സിൽ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എത്ര സേഫ് കാർ ആണെങ്കിലും അതിന്റെ കംപ്ലീറ്റ് സേഫ്റ്റി ഇരിക്കുന്നത് ആ ഡ്രൈവറുടെ കയ്യിലാണ്. സോ ഡ്രൈവർ പ്രോപ്പറായിട്ട് സേഫ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അഫ്കോഴ്സ് അത് ഒരു വാഹനവും സേഫ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഫാക്ട്. പിന്നെ രാത്രികാല ഡ്രൈവിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടേക്ക് എ റെസ്റ്റ്. നിങ്ങൾ ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് ഡ്രൈവ് ചെയ്യുക. അതല്ലാതെ അതിന് സൊല്യൂഷൻ ഇല്ല. ആൻഡ് എമർജൻസി ആയിട്ടുള്ള ഓട്ടങ്ങളാണെങ്കിൽ രാത്രിയിൽ ഓടിച്ച് ശീലമുള്ള ആൾക്കാരെ ആ ഒരു ഓട്ടോ എത്തിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. ആൻഡ് ഡ്രൈവ് സേഫ്ലി ഗൈസ്. ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.